ഇനി വരാൻ പോകുന്ന കുടുംബശ്രീ ശാഖയുടെ ഫുൾ എപ്പിസോഡ് അറിവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. ഷാലിനി സത്യ തൻ്റെയും വിഷ്ണുവിൻ്റെയും മകളാന്നുള്ള സത്യാവസ്ഥയൊക്കെ സത്യഭാമയുടെയും രാഘവൻ്റെയും വിഷ്ണുവിൻ്റെ ഒക്കെ മുന്നിൽ വെച്ച് പറയുന്ന കാര്യം. പക്ഷേ ഇത് കേട്ട് വിഷ്ണു ഭയങ്കര ഞെട്ടിയിരിക്കുവാണെങ്കിലും ഷാലിനി പറഞ്ഞ ഒരു കാര്യത്തിനെക്കുറിച്ചും സത്യഭാമയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം ആയിട്ടില്ലാത്തതുകൊണ്ട് സത്യഭാമ ചോദിക്കുക, നീ പറഞ്ഞൊക്കെ സത്യം ഞാൻ എങ്ങനെ വിശ്വസിക്കും ഷാലിനി? നീ പോയിട്ട് തന്നെ 6 വർഷമായി. അപ്പം നീ ഈ കുഞ്ഞിനെ എവിടെ വെച്ച് പ്രസവിച്ചു, എപ്പം ഗർഭിണിയായി, എപ്പം പ്രസവിച്ചു, എവിടെ ഏത് സമയം എന്നൊക്കെ പ്രൂഫ് ചോദിക്കുമ്പം ഇതൊക്കെ കേട്ട് തല പെരുത്തങ്ങ് ടെൻഷനായി ശാലിനി തല ചുറ്റി അങ്ങ് വിഷ്ണുവിൻ്റെ മുന്നിൽ തന്നെ വീഴുവാണ്. അപ്പം ശാലിനി ആ വീഴുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് ശാലിനി എല്ലാവരും കൂടെ വെള്ളമൊക്കെ കുടഞ്ഞ് ശാലിനി എണീക്കുമ്പം ശാലിനി നോക്കുമ്പോൾ തൻ്റെ അടുത്ത് പോലും വിഷ്ണുവേട്ടൻ ഇല്ല. തന്നെ ഒന്ന് താങ്ങി പിടിക്കാൻ പോലും ഇല്ലാതെ അകന്ന് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് മനസ്സ് തകർന്ന ശാലിനി നിൽക്കുന്ന കാണിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിന് തൊട്ട് മുന്നിലുള്ള വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുന്നേ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസും ലൈക്സ് ഇടാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ശാലിനി തലയൊക്കെ ചുറ്റി വീണതിന് ശേഷം ശാലിനി എല്ലാവരും വെള്ളം കുടഞ്ഞിട്ട് ശാലിനി എണീറ്റ് ഇരിക്കുമ്പോൾ നോക്കുന്നത് വിഷ്ണു തൻ്റെ ആരും അല്ലാത്ത രീതിയിൽ അകന്ന് മാറിയിരിക്കുന്ന വിഷ്ണു തൻ്റെ അരികിൽ പോലും ഇല്ല. സാധാരണ ശാലിനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ശാലിനിയുടെ കൈ പിടിക്കാൻ വരുന്ന വിഷ്ണു ഇന്ന് ശാലിനിയുടെ കൈ എത്തും ദൂരത്തിരുന്നിട്ട് പോലും എത്രയോ അകൽച്ച പാലിച്ചിരിക്കുന്ന അത് കണ്ട് ശാലിനിക്ക് സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് ശാലിനിയോട് അമ്മ പറയുന്നുണ്ട്, ശാരദാൻ പറയുന്നുണ്ട്, മോളെ ഇവിടെ ഉള്ളവരൊന്നും മനുഷ്യരല്ല, ഇവർക്കൊന്നും നീ പറയുന്ന സത്യങ്ങളൊന്നും മനസ്സിലാകും, നിന്റെ ത്യാഗത്തിന് നീ ചെയ്യുന്ന നന്മയ്ക്കൊന്നും ഇവർക്കൊന്നും ഒരു രീതിയിലും വില കൽപ്പിക്കാൻ അറിയത്തില്ല മോളെ, ഇവരോടൊക്കെ നീ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്നതിനേക്കാളും നല്ല നീ ഇവിടുന്ന് ഇറങ്ങി വാടി എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ രാഘവേട്ടനും അതുപോലെ തന്നെ എന്തിന് പിള്ള പോലും പറയുന്നത് ഇതിനേക്കാളും ഭേദം ഒരു കത്തി എടുത്ത് ആ കൊച്ചിനെ അങ്ങ് കുത്തി കൊല്ലുന്നതാണ് നല്ലത്, എന്തിനാ ആ കുഞ്ഞിനെ ഇത്ര അങ്ങ് വിഷമിക്കുന്നത് എന്ന് പിള്ളച്ചേട്ടന് പോലും ശാലിനിയോട് അത്രമാത്രം സ്നേഹവും കരുതലൊക്കെ ഉണ്ട്. പക്ഷേ വിഷ്ണുവിന് ശാലിനിയുടെ ആത്മാർത്ഥമായ സ്നേഹം പ്രണയം ഇന്നും മനസ്സിൽ തന്നെ ഉണ്ട്. കാരണം ശാലിനി പറഞ്ഞില്ലേ, ഞാൻ മറ്റൊരാളെ വിവാഹം കഴിച്ചിട്ടില്ല, വിഷ്ണുവേട്ടൻ്റെ താലി അല്ലാതെ എൻ്റെ കഴുത്തിൽ ആറേയും താലിയില്ല പറഞ്ഞ ആ ഒരു വാക്കിൽ തന്നെ വിഷ്ണു കണ്ണ് നിറഞ്ഞിങ്ങി പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു എന്താണ് ശാലിനി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് വിഷ്ണുവിൻ്റെ കരയുന്നത്. ആരും കാണാതെ വിഷ്ണു ഇവിടെ നിന്ന് കരയും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് ഇതൊന്നും കണ്ടിട്ട് വിഷ്ണുവിൻ്റെ പുതിയ ഭാര്യയായിട്ട് വന്നിട്ടുള്ള ആ കാർത്തിക് എന്ന് പറയുന്നവർക്ക് ഒരു മൈൻഡും കുലുക്കവും ഒന്നും ഇല്ലാതെ അവിടെ നിൽക്കുമല്ലോ. സത്യഭാമയാണെങ്കിലും അവളെ പുതിയ മരുമകളായിട്ട് അങ്ങ് ആനയിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ വിഷ്ണു ഈ സത്യാവസ്ഥയെക്കുറിച്ചൊക്കെ വിഷ്ണുവിനോട് ശ്യാമ ചോദിക്കുമ്പോൾ വിഷ്ണു ഈ സത്യങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കാർത്തിക വന്ന് അതങ്ങ് തടയുവാണ്. കാരണം താഴെ സത്യാമ്മ വിളിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാർത്തികയുടെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞത്. അപ്പം കാർത്തിക പറയുന്നുണ്ട്, അപ്പം ശ്യാമൊക്കെ മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. കാരണം കാർത്തിക കണ്ടത് വിഷ്ണുവേട്ടന് പറയാനും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി വന്നല്ലോ, എന്നാലും വിഷ്ണുവേട്ടൻ എങ്ങനെയാണ് വിഷ്ണുവേട്ട എൻ്റെ ചേച്ചി ഇത്ര മതി, എൻ്റെ കുഞ്ഞേച്ചി ഇങ്ങനെ സ്നേഹിച്ച് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് തന്നെ വിവാഹം കഴിച്ചവരല്ലേ, അങ്ങനെ വിവാഹം കഴിച്ചിട്ടും എൻ്റെ കുഞ്ഞേച്ചി ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ, വിഷ്ണുവേട്ടൻ ഇപ്പം പറയാനും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേറെ ഒരാളുണ്ടല്ലോ, എനിക്കിവിടെ നിന്നാലേ ശരിയാകത്തില്ല, വിഷ്ണുവേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമ ഇറങ്ങിപ്പോവാണ് വിഷ്ണുവിൻ്റെ റൂമിൽ നിന്ന്. ശ്യാമയുടെ പിറകെ തന്നെ വിഷ്ണുവിനോട് ഈ കാര്യത്തിൻ്റെ ഒക്കെ പരാതി പറയാൻ വന്ന് നമ്മുടെ കമലനും ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവുക. കാർത്തിക് ഒരു മിനിറ്റ് അവിടെ വന്നിട്ടില്ല എന്നെങ്കിൽ വിഷ്ണു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം, അതായത് കാർത്തിക് താൻ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന ഒരു കാര്യവും അതിൻ്റെ സർവ്വവിധ സത്യാവസ്ഥകളും ശ്യാമയോടും അതുപോലെ കമലനോടും വിഷ്ണു പറയാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ കാർത്തിക് കയറി വന്നിട്ട് ലാസ്റ്റ് ഇവരൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വിഷ്ണുവിനോട് കാർത്തിക് പറയുകയാണ്, അതെ ദയവ് ചെയ്ത് ഇപ്പം ആരോടും ഈ വിധ സത്യങ്ങളൊന്നും പറയല്ലേ, എല്ലാം പറയാനായിട്ട് ശ്രമിക്കുകയെന്നല്ലേ, ഒന്ന് ഈ സീക്രട്ടായിട്ട് തന്നെ ഹോൾഡ് ചെയ്യണേ, ഒന്ന് ആത്മസംയമനം പാലിക്കണേ, ഇതൊന്നും പറയല്ലേ, കാരണം ഇപ്പോൾ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ എന്ന് പറയുമ്പോൾ വിഷ്ണു അതിനങ്ങ് സമ്മതിച്ചു കൊടുക്കുക. പിന്നെ കാണിക്കുന്ന ശാലിനി ശാരദാമ്മയായിട്ട് വീട്ടിൽ പോയില്ലേ, ശാലിനിക്ക് എന്ന് ഭയങ്കര സങ്കടം. ശാലിനി ആലോചിക്കും, എനിക്ക് എന്തിനാണ് ഈ ദുർവിധി വന്ന് സംഭവിച്ചത്, ഞാൻ എന്ത് ചെയ്തു, സത്യങ്ങളൊക്കെ ചോദിക്കുന്ന സത്യഭാമ ചോദിച്ച വാക്കുകൾ, അതായത് നീ എവിടെ വെച്ച് ഈ കുട്ടിയെ പ്രസവിച്ചു എന്നാൽ ഒരു കാര്യത്തിന് പ്രൂഫ് താ ശാലിനി എന്ന് ചോദിച്ച ഒരു വാക്കിന് എൻ്റെ കയ്യിൽ എന്ത് പ്രൂഫ് വേണമെങ്കിലും കൊടുക്കാനുണ്ടല്ലോ ദൈവം, പക്ഷേ ഞാൻ ഈ പ്രൂഫൊക്കെ കൊടുത്താൽ എൻ്റെ അനിയത്തിയുടെ ജീവിതം, ഞാൻ ശ്യാമയുടെ താലി തൊട്ട് സത്യം ചെയ്ത് കൊടുത്താൽ അവൾക്ക് പപ്പിമോളെ നഷ്ടപ്പെടാനും പാടില്ല, എൻ്റെ സത്യം നോക്ക് അച്ഛനെ വേണെന്താനും എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടാൻ പറ്റത്തില്ല, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ സത്യം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എങ്ങനെ ഞാൻ തെളിയിക്കും, ഇപ്പം വിഷ്ണുവേട്ടൻ എന്നിൽ നിന്ന് അകന്നത് മാത്രമല്ല വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾ വന്നു, അതിനെല്ലാം ഉപരി ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും സത്യമാൻ തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഒരു കാര്യമില്ലാതായിപ്പോലോ എന്ന സങ്കടത്തിൽ ശാലി ഇങ്ങനെ തലയിൽ കൈയും വെച്ചിരുന്ന് കരയുവാണ്. അപ്പോൾ ശാലിനിയുടെ കരച്ചിൽ കണ്ടിട്ട് നമ്മുടെ ഡ്രൈവർ ഏട്ടന് പോലും ഭയങ്കര സങ്കടമാണ്. നമ്മുടെ ശാരദാമ്മയാണെങ്കിൽ നേരെ പൂജാമുറി പോയിരുന്ന് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു വിധി കാണിച്ചു കൊടുക്കണേ, അവൾക്ക് അവളുടെ ഭർത്താവും കുഞ്ഞോട് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വിധി കാണിക്കട്ടെ, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ്.
ക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതായത് മധുശ്രീ ഇങ്ങനെ കാറ് ഡ്രൈവ് ചെയ്ത് വരുവാണ്. കാരണം മധുശ്രീ നേരത്തെ തന്നെ ശാലിനി എന്താണ് അവിടെ നാണം കെട്ട് ഇറങ്ങിയതൊക്കെ കണ്ട് മനസ്സിനെ അത്ര ആസ്വദിച്ചിട്ട് മധുശ്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മധുശ്രീയുടെ മുന്നിൽ അടുത്ത ഇരയും കൂടെ വന്ന് പെടുവാണ്. അത് മറ്റാരുമല്ല, ഈ പറയുന്ന എന്താണ് കാർത്തികയുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അപ്പം കാർത്തികയുടെ ഫോട്ടോയും കാണിച്ച് ഈ ചെറുക്കനാണെങ്കിൽ റോഡ് നീളെ എന്താണ് ഇവളെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി ചോദിച്ചുകൊണ്ട് വരുവാണ്. കാണുന്നവരോടെല്ലാം ചോദിക്കുക. അങ്ങനെ ചോദിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് അവനൊരു അശ്രദ്ധ കൊണ്ട് നേരെ മധുശ്രീയുടെ വണ്ടിക്ക് ഒന്ന് അവനെ അടവയ്ക്കുക. അപ്പോഴത്തേക്കും മധുശ്രീക്ക് ഒന്നാമത് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പ്രാന്ത ഡ്രൈവിംഗ് ആണ് മധുശ്രീയുടെ ഡ്രൈവിംഗ്. അപ്പോഴത്തേക്ക് ഈ ചെറുക്കനെ അടിച്ചിട്ട് എന്നിട്ട് മധുശ്രീ പുറത്തിറങ്ങിയിട്ട് പറയുവാണ്, നിനക്ക് വല്ലയിടത്തും പോയി നിനക്ക് വല്ലതും ചെയ്യണമെങ്കിൽ എൻ്റെ വണ്ടിയാണോ നിനക്ക് അതിനെ കിട്ടിയേ എന്ന് എന്നിട്ട് പുറത്തിറങ്ങി അവനെ ശരിക്കും വഴക്ക് പറയും. അയ്യോ മാഡം തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ വന്നതല്ല, ഞാൻ ഒരാളെ അന്വേഷിച്ചിറങ്ങി. നീ ഏവൾ അന്വേഷിച്ചിറങ്ങിയാൽ ഏവൻ അന്വേഷിച്ചിറങ്ങിയാൽ എൻ്റെ വണ്ടിയുടെ മുന്നിൽ എന്തിനാടാ വന്ന് ഇങ്ങനെ ചാടുന്നത്? ഇപ്പോൾ അടിച്ച് തെറിപ്പിച്ചിട്ട് പോയാൽ മര്യാദ എന്നോണം. ഞാൻ ആരാന്നറിയാടോ, മധുശ്രീയാണ്. എൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ നേരെ കടന്ന് കുറേ ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവൻ പറയുന്നത്, അയ്യോ മാഡം ഞാൻ പറയുന്നത് വിശ്വസിക്കണം, ഞാൻ പറയുന്നത് സത്യമാണ്. ഡാ ഞാൻ നിന്നെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും കേട്ടോ, എൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് ഇതാക്കാൻ നിൽക്കുന്നത്. നിന്നെ പോലത്തെ കുറേ ന്യൂസൻസ് ഉണ്ട്, റോഡിലങ്ങ് ഇറങ്ങിക്കോളും. നിങ്ങളൊക്കെ ഓരോ പ്രശ്നം ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് ഇതിനെല്ലാം കാര്യം ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ തെറ്റാന്നുള്ള കാര്യത്തിൻ്റെ പേര് ഞങ്ങൾക്കെതിരെ കേസ്, നിന്നൊന്നും ഇങ്ങനെ വിടാൻ പാടില്ല. അപ്പോഴത്തേക്കും പോലീസ് കേസ് കൊടുക്കുന്ന പറയുമ്പോഴത്തേക്ക് അവൻ എന്താണ് കയ്യിരിക്കുന്ന ഫോട്ടോ, അയ്യോ മാഡം ഞാൻ പറയുന്നത് വിശ്വസിക്കണം, ഞാൻ തന്നെ ഒരാളെ കാണുന്നില്ല, ഞാൻ വിവാഹം കഴിക്കാൻ എൻ്റെ പെണ്ണിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഫോട്ടോ കാണിക്കൊടുക്കുക. ഇതാണോ എൻ്റെ കാർത്തികയെ കാണാനില്ല, അതെ മാഡം ഞാൻ പറയുന്ന കള്ളമാണെന്ന് നോക്കുക, എൻ്റെ ഫോണിൽ തന്നെ അവളുടെ ഫോട്ടോ കണ്ട് ഞാൻ ഇവിടെ എല്ലാവരോടും അന്വേഷണം നടക്കുക. അപ്പോഴത്തേക്കും കാർത്തികയെ കാണാനില്ലയോ? അപ്പോഴത്തേക്കും മധുശ്രീക്ക് പെട്ടെന്ന് വരുന്നത്, അവളല്ലേ അവിടെ സത്യാമ്മയോട് പറഞ്ഞത് തനിക്ക് ഈ വീട്ടിൽ ആരുമില്ല, താനൊരു ആശ്രമത്തിനകത്താണ് വളർന്നേ എന്നൊക്കെ കള്ളത്തരം പറഞ്ഞിട്ട് ഇവളെ കല്യാണം കഴിക്കാൻ ഇരുന്നവന് ഇവനാണെങ്കിൽ പിന്നെ ഇവളെങ്ങനെയാണ് വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായി മാറിയത്? ഒന്നും മനസ്സിലാതെ മധുശ്രീ അയ്യോ അയ്യോ ഇപ്പം എനിക്ക് മനസ്സിലായി, താൻ പറയുന്നതൊക്കെ സത്യമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത് തൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പെരുമാറ്റം കാണുമ്പോഴേ നിങ്ങളുടെ കഥ അറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി, എന്നെക്കൊണ്ട് വല്ല സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കുന്നേ, തനിക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നോട് പറയാം കേട്ടോ. എന്താണ് അവൻ്റെ ഫ്ലാഷ് ബാക്കും സ്റ്റോറിയും ഹിസ്റ്ററിയും എല്ലാം അങ്ങ് വിളമ്പുവാണ്. മാഡത്തിനോട് പറയാം എനിക്ക് എന്താ എത്ര മടിയിരിക്കുന്നത്, മാഡം ഒന്നുമില്ലെങ്കിലും സഹായിക്കാനായിട്ട് തയ്യാറല്ലേ? ഇവളുടെ പേര് കാർത്തിക, ഞാൻ ഇവളെ അന്വേഷിച്ചാണ് ഈ നാട്ടിലേക്ക് വന്നത്. ഞങ്ങൾ ഒത്തിരി ദൂരമുള്ള നാടൊന്നുമല്ല, ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ 2 പേരും വിവാഹം കഴിക്കാതിരുന്നവരാണ്. എൻ്റെ മാമൻ്റെ മോള് തന്നെയാണ് ഇവള്. പക്ഷേ കല്യാണ ഞങ്ങളുടെ നിശ്ചയമൊക്കെ വരെ കഴിഞ്ഞാൽ വേണം, പക്ഷേ കല്യാണ മണ്ഡപത്തിൽ താലി കെട്ടാൻ നിന്ന സമയത്തിൽ അവളെ പെട്ടെന്ന് കാണാതായി. പിന്നെ ഇതുവരെ ഞങ്ങൾ എവിടെ അന്വേഷണം അവളെ കാണാൻ പറ്റില്ല. അവളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും എല്ലായിടും പോയി അന്വേഷിച്ചു. അപ്പം ഇതാണല്ലേ കാര്യം. അപ്പം കാർത്തികയ്ക്ക് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടായെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞല്ലോ. ഇതാ പറയുന്നത്, ദൈവം എങ്ങനെ നോക്കിയാലും ദുഷ്ടൻ്റെ കൂടെ തന്നെ കുറച്ചൊക്കെ നിൽക്കുന്നുള്ള കാര്യം. കാരണം അല്ലെങ്കിൽ ഇവനെ പോലത്തെ ഒരു പൊട്ടൻ എൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ വന്ന് ചാടുമെന്ന് മധുശ്രീ എന്താണ് മനസ്സിൽ അങ്ങ് ചിന്തിക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ഇവൻ ബാക്കി പറയുവാണ്, എന്നിട്ട് ബാക്കി എങ്ങനെയാ ഞാൻ പറയാവുള്ളൂ, തൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പം വരാതെ ഒരു പെണ്ണ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും, താൻ അവളെ വല്ല ദ്രോഹിക്കാൻ എങ്ങാനും നിന്നോ? അയ്യോ അങ്ങനൊന്നും അല്ല മാഡം കാര്യം, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, എനിക്ക് അവളെ ജീവനെ തുല്യ ഇഷ്ടം എന്നുള്ള കാര്യം അവൾക്ക് തന്നെ അറിയാം, കുഞ്ഞിനെ തൊട്ടുള്ള ഇഷ്ടമാണേ മാഡം. പക്ഷേ എന്നിട്ട് അവൾ എന്താ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്തത്. നിൻ്റെ കയ്യിൽ അവളുടെ ഫോൺ നമ്പർ ഇല്ലേ വിളിച്ച് ചോദിക്കാൻ വേണ്ടി? മാഡം ഫോൺ നമ്പർ ഒന്നും ഇപ്പം വിളിച്ചാൽ കിട്ടുന്ന നമ്പറല്ല, അവളെ ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത്. ഒരു കാര്യം ചെയ്യും, താൻ തൻ്റെ ഫോൺ നമ്പർ എനിക്ക് താ, ഞാൻ എന്തെങ്കിലും ഇച്ചിരി പിടിപാടുള്ള ആളാണ്, അപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാം. ഒന്നുമില്ലെങ്കിൽ പ്രണയിക്കുന്നവരെ തമ്മിൽ ഒരുമിച്ച് ചേർക്കുമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഭാഗത്തൊരു പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയല്ലേ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമാണ്. അയ്യോ മാഡത്തിൻ്റെ എന്താണ്, ദൈവം അനുഗ്രഹിക്കും. ഇതാ മാഡം എൻ്റെ ഫോൺ നമ്പർ എന്ന് വെച്ചിട്ട് അവൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോഴത്തേക്കും മസ്റ്റർ തോപ്പ് വെച്ചിട്ട് കിട്ടിയടി, ഇനി കാർത്തിക നിൻ്റെ വായും തന്നെ സർവ്വവിധ സത്യങ്ങൾ ഞാൻ പുറത്താക്കും എന്ന് പറഞ്ഞ് മധുശ്രീ എന്താണ് നേരെ ആ ഫോൺ നമ്പറിലേക്ക് അയ്യോ. അപ്പോഴത്തേക്കും കാർത്തിക ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഹലോ ആരാ എന്ന് പറഞ്ഞിട്ട് മധുശ്രീ മനസ്സിലാവില്ല. ഞാൻ തൻ്റെ പുതിയ കൂട്ടുകാരിയാണ് മധുശ്രീ, ഇപ്പം പരിചയപ്പെട്ടില്ല സത്യാമ്മയുടെ വീട്ടിൽ വെച്ചിട്ട്. ആ മധുശ്രീയാണ് ഈ മധുശ്രീ. അപ്പോഴത്തേക്കും തനിക്ക് മനസ്സിലായില്ലേ, ഞാൻ തൻ്റെ പുതിയ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടോ, നമുക്ക് 2 കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അവളെന്താണ് വലിയൊരു താല്പര്യമില്ല കാർത്തിക. അപ്പോഴത്തേക്കും കാർത്തികയുടെ മുന്നിൽ ഇവൻ്റെ പേര് പറയുന്നുണ്ട്. ഈ ഒരു പേര് തനിക്ക് അറിയത്തില്ലേ എന്ന് കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര ടെൻഷനായിട്ട് അവൾ ആ ഫോൺ കട്ട് ചെയ്യുകയാണ് കാർത്തിക. അപ്പോഴത്തേക്കും മധുശ്രീ വിടുന്നില്ല, വീണ്ടും ഒന്നും കൂടെ വിളിക്കുക. ഇനി ബാക്കി ഈ പേരിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ കാർത്തിക ഒരു കാര്യം ചെയ്യണം, എന്നെ വന്നൊന്ന് കണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ ലാസ്റ്റ് 2 പേരും എന്താണ് മീറ്റ് ചെയ്യുവാണ്. കാരണം ബ്ലാക്ക് മെയിലിംഗ് ആയിക്കഴിഞ്ഞു, മധുശ്രീയുടെ ബ്ലാക്ക് മെയിലിങ്ങിനകത്ത് കാർത്തിക വീണ് കഴിഞ്ഞു. അപ്പോഴത്തേക്കും കാർത്തിക എടുത്ത് പറയുവാണ്, നീ എന്താ ഏതാന്നുള്ള കാര്യങ്ങൾ സർവ്വവിധ സത്യങ്ങളും എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. നിൻ്റെ നാടെവിടാ, നിൻ്റെ കൂടെവിടാ, നിൻ്റെ ഊരെവിടാ, നിൻ്റെ ആശ്രമത്തിൻ്റെ കഥയൊക്കെ ഗംഭീരം കേട്ടോ. സത്യഭാമയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, അത് നിനക്കറിയോ കാർത്തികയെ? അവർക്ക് ഈ കള്ളത്തരം എന്ന് പറയുന്നൊരു വാക്ക് കാൽ കാശിന് ഇഷ്ടമല്ല. അവരതെങ്ങാണ് അറിഞ്ഞു
അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തരം പരിശാക്കിയിട്ടേ അവർ വിടത്തുള്ളൂ. അതുകൊണ്ട് നീ മണി പോലെ സർവ്വത സത്യങ്ങളും പറയും. എന്തിനാടി വിഷ്ണുവേട്ടനെ കല്യാണം കഴിച്ച് ഇവിടെ കയറി വന്നത്? നിന്നെ കെട്ടാൻ വേറൊരുത്ത ഇരുന്നല്ലേ, നീ എന്തിനാ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ചാടിപ്പോന്നത്? പറ, ആരും കേൾക്കല്ലേ, ഇതൊക്കെ സീക്രറ്റാണ്. സീക്രറ്റോ? എന്തോ സീക്രറ്റ്? അതിന് ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച ഒരു കാര്യമല്ല അത്. അയ്യോ, ഈ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞ വിഷ്ണുവേട്ടനും പ്രശ്നമോ? അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞേ പറ്റത്തുള്ളൂ. ദേ, ഇന്ന് മര്യാദയ്ക്ക് പറയുന്നുണ്ടോ അതോ ഞാൻ സത്യഭാമയെ വിളിക്കട്ടെ? അവരുടെ സ്വഭാവം നിനക്കറിയാലോ, വെട്ടൊന്ന് തുണ്ട് രണ്ടെന്ന രീതിയാണ്. പിന്നെ വിഷ്ണുവിൻ്റെ ഭാര്യ ആരാന്ന് നിനക്കറിയാവോ? കളക്ടർ ശാലിനി. അപ്പം കളക്ടറാകുന്ന രീതിക്കകത്ത് അവർക്ക് നിന്നെ പലതും ചെയ്യാൻ പറ്റും. അപ്പം നീ മര്യാദയ്ക്ക് അടവും തിരുവാതിര ഇറക്കാതെ സത്യങ്ങളെല്ലാം പറയുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും അവൾ ലാസ്റ്റ് എന്താണ്, ഒന്നും പറയാൻ വില്ലിങ്ങല്ല. ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം പറയണ്ട, ഞാൻ നേരെ നിൻ്റെ ഒരു മുറച്ചെറുക്കനെ വിളിച്ച് നിൻ്റെ നമ്പരും ഫോൺ നമ്പരും നിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് നീ ഇവിടെ വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ സുഖിച്ച് കഴിയുമെന്നുള്ള കാര്യമൊക്കെ ഞാൻ വിളിച്ചറിയിക്കാം. അപ്പം നിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും വന്ന് നിൻ്റെ ഇവിടെ തൂക്കി എടുത്തുകൊണ്ട് പോകല. അപ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് മനസ്സിലാവും നീ ആശ്രമത്തിൽ വളർന്നവളോ അല്ല, നീ ഇങ്ങനെ ഒരുത്തനെ പറ്റിച്ചിട്ട് ഇറങ്ങി വന്നതെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് ബാക്കിയുള്ള കാര്യമൊക്കെ അവർ നിൻ്റെ വായിന്ന് പറയിപ്പിച്ചോളും. എന്താ, അതല്ലേ മിടുക്ക്? നീ നിനക്ക് എൻ്റെ കൂടെ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാം, ഞാൻ നിന്നെ ഒരു രീതിയിലും ഉപദ്രവിക്കത്തില്ല. അല്ലെങ്കിൽ നീ മറിച്ചാണ് ചെയ്തെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ തന്നെ നീ എന്താണ്, ഈ ഭൂമുഖത്ത് തന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. സ്നേഹിച്ചാൽ ഞാൻ പിന്നെ ഭയങ്കര നല്ലവളാണ്, പക്ഷേ എനിക്ക് കന്നന്തിരവ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ നോക്കത്തില്ല എന്നുള്ള കാര്യമാണ്. അതാണ് ഈ മധുശ്രീ. കാർത്തിക് എന്താണ് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും കാർത്തിക് എന്താണ് ചിന്തിക്കുവാണ്, ഇത് പറയണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചാണ് ഇനി കാണിക്കുന്ന എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ വരുന്ന എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ? ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും കമൻസ് ലൈക്സും ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ.